ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞൊരു ദിവസം എനിക്കറിയാവുന്ന ഒരു കുട്ടി എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവളുടെ ഉള്ളിലുള്ള കുറേ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ ഒന്നിനൊന്നായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. കാരണം അവളുടെ മനസ്സിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുമല്ലോ എന്നോർത്തിട്ട്. എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മളൊക്കെ കരഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ തലയുടെ കീഴെ വെച്ച് കിടക്കുന്ന തലയിണകൾ നനഞ്ഞു പോയിട്ടുണ്ടാകാം. പുഞ്ചിരിക്കുന്ന ഒരു പുലരിയെ വരവേൽക്കാനായിട്ട് പലപ്പോഴും സാധിക്കില്ലായിരിക്കാം. പക്ഷേ ഒന്നോർക്കാം, ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി അത് എത്ര കാലം കഴിഞ്ഞാലും അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആ ശ്രമം പാഴാകുമ്പോഴാണ് നിരാശയിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ വഴിതെളിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആരും ആരെയും കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു സത്യമായ ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കല്യാണ വീട്ടിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഒരമ്മൂമ്മ, എനിക്കൊരു പരിചയവുമില്ല, പക്ഷേ അവരെന്തൊക്കെയോ വാചാലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവരെ കേൾക്കാനായിട്ട്, അപ്പോൾ അത് പുള്ളിയുടെ ഒരു സ്വതവേയുള്ളൊരു സ്വഭാവമാണ്. ഇങ്ങനെ എല്ലാവരോടും പോയി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അവരെ കേൾക്കുമ്പോൾ അവരുടെ ആ വാർദ്ധക്യം മുട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ മുടികളൊക്കെ നരച്ച് കവിളുകളൊക്കെ ചുക്കിച്ചുളിഞ്ഞ് അവരുടെ ആ ഒരു അവസ്ഥയിൽ അവരെ കേൾക്കാനായിട്ട് ഒരാൾ തയ്യാറാകുമ്പോൾ, അത് കല്യാണ വീടായതുകൊണ്ടും കുറച്ച് സമയം എനിക്കുള്ളത് കൊണ്ടും ഞാനതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ഇപ്പം പഴയ കുറേ കാര്യങ്ങളിങ്ങനെ അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അവരെ കേൾക്കുന്ന ആ ഒരു കേൾവിക്കാരിയാകാനായിട്ട് നമ്മളൊരാൾ തയ്യാറാകുമ്പോൾ, നമ്മൾ പലതും കേട്ടില്ല എന്ന് വരും, പക്ഷേ ഒരാളുടെ മുൻപിൽ ഇരിക്കാനായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ ഇരുന്ന് പോകുമ്പോൾ അവരെ കേൾക്കാനായിട്ടൊരാളുണ്ടാകും എന്നുള്ളപ്പോൾ അവരുടെ മനസ്സിൻ്റെ കുറേ ഭാരങ്ങൾ ഒഴിയും. ആയതിനാൽ നിങ്ങൾക്കൊക്കെ കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ, അത് വാർദ്ധക്യത്തിലുള്ളവരാകാം, നമ്മുടെ ചെറുപ്പക്കാരാകാം, പല ആൾക്കാരും ഇന്ന് ഒന്നും ആരോടും തുറന്നു പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഹസനങ്ങളാക്കി കാണിക്കുന്ന കുറേ പേര് ചുറ്റുമുള്ളത് കൊണ്ടാണ് ആരും ഒന്നും പറയാതെ മുന്നോട്ട് പോകുന്നത്. അതിനാൽ നിങ്ങൾക്കൊരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആകാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. താങ്ക് യു.